ആ സ്ഥലമാണല്ലേ? ആ ദൂരത്ത് കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഉരുൾ ആദ്യം പൊട്ടിയത്. ബോച്ചെ 1000 ഏക്കറിൽ 100 കുടുംബത്തിന് വീട് നഷ്ടപ്പെട്ട 100 കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്നാണ് ബോച്ചെ പറഞ്ഞിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള യാത്രയാണിത്. സന്നദ്ധ പ്രവർത്തകരുടെ വണ്ടി, ഫ്ലഡ് റെസ്ക്യൂ ടീം തുടങ്ങിയ വാഹനങ്ങൾ മാത്രമേ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. ഫ്ലഡ് റെസ്ക്യൂ ടീം അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ ഭക്ഷണവും ആവശ്യ സാധനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന വാഹനങ്ങൾ തുടങ്ങിയ വാഹനങ്ങൾ മാത്രമേ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് കടത്തിവിടുകയുള്ളൂ. മലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. പല ആളുകളും നടന്നിട്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ നേരത്തെ പോയായിരുന്നു അവിടെ? ഇല്ലില്ല. ആ സ്ഥലമാണല്ലേ? ആ ദൂരത്ത് കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഉരുൾ ആദ്യം പൊട്ടിയത്. നമ്മളെ വണ്ടി കണ്ടില്ലല്ലോ വഴിയിലൂടെ. എല്ലാം അങ്ങോട്ട് നമ്മളെ വണ്ടി വിട്ടിട്ടുണ്ട്. നമ്മള് ഇതിന്റെ ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭീകരത കാണാം. ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ആയിരുന്നു അല്ലേ? ഏതാ? ഇതാണോ? മുകളിലേക്ക് കയറും തോറും ഭീകരമായ ദൃശ്യങ്ങളാണ് കൺമുന്നിൽ പെടുന്നത്. നിങ്ങൾക്ക് കാണാം വലിയൊരു കൂറ്റൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണിത്. ഇവിടെ കണ്ടില്ലേ, റോഡിലൊക്കെ വലിയ കൂറ്റൻ പാറക്കല്ലുകളൊക്കെ വന്ന് വിട്ടിട്ടുണ്ട്. വളരെ ദുഷ്കരം പിടിച്ചൊരു പാതയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ആളുകളൊക്കെ നടന്നിട്ടാണ് പോകുന്നത്. ഈ ദൃശ്യം കണ്ടോ? നമുക്ക് മുകളിൽ മല പൊട്ടി വന്ന, അതായത് ഉരുള് പൊട്ടി വന്ന ആ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ആ റോഡുകളാണ്. മുകളിലേക്ക് കയറും തോറും ചൂരൽമലയിലെ ദൃശ്യമല്ല, മുകളിലെ ദൃശ്യം അതിലും ഭീകരമായിട്ടുള്ള ദൃശ്യമാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെയൊക്കെ ഇത് കണ്ടോ? ആ പള്ളിയൊക്കെ മുഴുവൻ തകർന്ന ഒരു അവസ്ഥയിലാണ്. മുകളിലേക്ക് കയറും തോറും ഈ റോഡിന് ഇരുവശമുള്ള കെട്ടിടങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ എപ്പോഴുണ്ടോ പള്ളി കാര്യങ്ങളും കണ്ടു, ഓരോരോ പാറക്കല്ല് വന്ന് ഒലിച്ചു വന്നൊരവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.